ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ആർലം ഫാമിൽ കൂൺ വിളവെടുപ്പിൻ്റെ ഉദ്ഘാടനമാണ്. സബ് കളക്ടർ KVK ഹെഡ് ഡോക്ടർ ജയരാജ് സാറ്, പിന്നെ ആർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, പിന്നെ നമ്മളെ ADMO എല്ലാവരും കൂടി ഉള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ രാവിലെ 9 മണിക്കാണ്. രാവിലെ തന്നെ ഇവിടുന്ന് പോവുകയാണ് ആർലം ഫാമിലേക്ക്. ശ്രീകാന്ത് അവൻ്റെ വണ്ടി എടുത്തിട്ട് വരുന്നുണ്ട്. ഇതിനകത്ത് കുറച്ച് സാധനങ്ങളും കാര്യങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി അതാണ് രാവിലെ തന്നെ. അപ്പോൾ അങ്ങോട്ടേക്ക് പോന്നു. വേനെ ടാറ്റാ ടാറ്റാ. അതിൻ്റെ ഇടയിൽ അതിനെ കുത്തിക്കയറ്റാൻ നോക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ആർലം ഫാമിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഇവിടെ എത്തി. നമ്മള് കൂണ് പറിക്കുന്നതിന് മുമ്പേ ഉദ്ഘാടനത്തിനൊക്കെ മുന്നേ നമ്മൾ രാവിലെ കൂണ് പറിച്ച് പാക്കാക്കി കേട്ടോ. ഇവിടെ നമുക്ക് രാവിലെ ഒരു ടൗണിലേക്ക് ഇല്ലെങ്കിലും കൊണ്ടുപോയിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ലോണ്ട് വളരെ ലേറ്റാക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കുറേയൊക്കെ പാക്കാക്കി വെച്ചു. അപ്പോൾ കൊണ്ടുപോകുന്ന തിരക്കിലാണ്. അത് കഴിഞ്ഞ് അവർക്ക് പറിക്കാൻ വേണ്ടി ഒരു 2, 3, 4 ട്രേ വെച്ചിട്ടുണ്ട്. അത് വന്നിട്ട് പറിക്കാം, അല്ലെങ്കിൽ വളരെ ലേറ്റാവും. കണ്ണൂർ തലശ്ശേരിയൊക്കെ രാവിലെ പോയി, വീട്ടിൽ നിന്നുള്ള കൂണ് പോയി. അപ്പോൾ ബാക്കിയുള്ളത് ഒരു ടൗണിലേക്കുള്ളത് ഇവിടുന്ന് കൊണ്ടുപോകുന്നു. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ഒരുക്കങ്ങളിലൊന്നും നോക്കട്ടെ. ശ്രീകാന്തനെയും വന്നില്ല. നമുക്ക് പുതിയ ടാഗൊക്കെ കിട്ടിയേട്ടാ. ഓക്കെ, അപ്പോൾ നമ്മൾ ആർലം ഫാമിലെത്തി. ഏറ്റിട്ടാ കേറി. നല്ല വലിയതൊക്കെ ഉണ്ട്. അടിപൊളി അടിപൊളി. നമ്മളിതിൻ്റെ ഏറ്റവും ഉള്ളിലേക്കുള്ളത് മാത്രം പറിച്ച് പാക്കാക്കിയിട്ടുണ്ട്. പുറത്തടുത്ത് കാണുന്നതൊക്കെ ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. കാണുന്നില്ലേ? അടിപൊളി അടിപൊളി അടിപൊളി. ഇങ്ങോട്ട് വരുന്നത് വളരെ കുറവാണ്, എന്നാലും കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ ഇവർ കൊണ്ടു നടക്കുന്നുണ്ട്. 2 പേരാണ്, വിഷ്ണു ധനീഷും. 2 പേരും എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയിൽ നോക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സമയം ഏകദേശം 8:40 9 മണിക്ക് അവർ വരുമെന്നാണ് പറഞ്ഞത്. പോയി നോക്കാം, അവരെ സ്വീകരിക്കാം, ഹാർവെസ്റ്റ് ചെയ്യാം. ഓക്കെ,
രാഹുൽ കഴിഞ്ഞ വർഷം ദേശീയ മില്ലനിയർ ഫാമർ അവാർഡായിട്ട് അംഗീകരിക്കാൻ ലഭിക്കുകയും ഇപ്പോൾ കേരളത്തിലെങ്ങോളം നിന്നുള്ള മഷ്റൂം കൃഷിയുടെ കൺസൾട്ടൻ്റ് ആയിട്ട് മാറിയതാണ്. അതിന് ഉള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാൻ വേണ്ടി സാധിച്ചതിനേക്കാൾ ഉപരി 3 വർഷം മുമ്പ് നിങ്ങൾ ആർളം ഫാമിൻ്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ അതിൻ്റെ ഏറ്റവും പുതിയ ഒരു പദ്ധതിയാണ് നമ്മുടെ കൂൺ കൃഷിനെ ഔപചാരികമായി അതിൻ്റെ വിളവെടുപ്പിലൂടെ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. ആർളം ഫാമിൽ ഇല്ലാത്ത ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു കാലത്ത്. ഞാനിതിൻ്റെ 1988 മുതൽ ഇവിടെ ജോലി ചെയ്യുന്ന ഒരാളെ എന്നുള്ള രീതിയിൽ പറയുകയാണ്. ഇവിടെ എല്ലാതരം കൃഷികളും അതുപോലെ തന്നെ മറ്റ് ആട്, പശു, കോഴി, താറാവ്, മുയൽ, മത്സ്യം എല്ലാ കൃഷികളും നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അകാലത്തിൽ അതൊക്കെ നമുക്ക് കുറേശ്ശെ വിടവറഞ്ഞു പോയ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഫാം ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സാമ്പത്തികമായും മറ്റും അതുപോലെ തന്നെ വന്യമൃഗശല്യങ്ങളും ഒക്കെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചു. പക്ഷെ അതിൽ നിന്നും കരകയറാൻ വേണ്ടി സർക്കാർ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സഹായത്തോടുകൂടി തന്നെ അവരുടെ എക്സ്പെർട്സും ജയരാജ് സാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം 2020 മുതൽ ആർളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. യൂണിവേഴ്സിറ്റി സജസ്റ്റ് ചെയ്ത രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ നടപ്പാക്കിയെങ്കിലും നമുക്കത് പൂർണ്ണമായും നടപ്പാക്കാൻ സാഹചര്യം കിട്ടിയിട്ടില്ല. പക്ഷെ തുടർന്നും നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ സർക്കാർ തന്നെ നമുക്ക് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിന് വേണ്ടി ധനസഹായം തരികയും അങ്ങനെ വിവിധ പദ്ധതികൾ നമ്മളിപ്പോൾ ഇവിടെ നടത്തി വരികയുമാണ്. അതിൻ്റെ ഏറ്റവും പുതിയ ഒരു പദ്ധതിയായിട്ടാണ് നമ്മളിപ്പം കൂൺ കൃഷി നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നേരിട്ട് കണ്ടു, അതിന് നല്ല വിളവ് നമുക്ക് കിട്ടുന്നുണ്ട്. വിപണനം നമുക്കൊരു പ്രശ്നമായിരിക്കില്ല എന്ന് നമുക്കറിയാം. കാരണം രാഹുൽ ഇതിൻ്റെ ഈ സംരംഭത്തിൽ ഒരുപാട് വിജയഗാഥ സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ഫേസ്ബുക്കിലും ഒക്കെ തന്നെ നമ്മൾ കണ്ടു. അദ്ദേഹത്തിനെ പഠിപ്പിച്ച അധ്യാപകയെ എഴുതിക്കൊണ്ട് അദ്ദേഹം ക്ലാസ് എടുക്കുന്ന ഒരു പ്രോഗ്രാം ചെയ്യുന്നത് കാണുകയുണ്ടായി. എന്നാലും അദ്ദേഹത്തിന്റെ ആ സാങ്കേതിക വൈദഗ്ധ്യം നമ്മുടെ ഈ പദ്ധതിക്ക് ഒരുപാട് ഉപകാരം ചെയ്യും. അതുവഴി നമ്മുടെ ഫാമിന് നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാവും. നമ്മളെല്ലാവരും അതിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇവരുടെ ഫാമും അതുപോലെ തന്നെ മഷ്റൂംസും കൂടിയുള്ള ഈ സംയുക്ത സംരംഭം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. നമുക്ക് അതിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാകും. അതിന് എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണം. അതുപോലെ തന്നെ നമുക്ക് KVKയിൽ നിന്നും ഇതിന് വേണ്ടുന്ന സാങ്കേതിക സഹായങ്ങളും എല്ലാവിധ അറിവുകളും നമുക്ക് സാർ തരുന്നുണ്ട്. എല്ലാ കാര്യത്തിലും തുടർന്നും അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഈ പദ്ധതി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ സാർ, ഡോക്ടർ ജയരാജ് സാർ, നിതീഷ് സാർ, ഫാമിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതിനു മുമ്പ് കൂൺ കൃഷി തുടങ്ങിയിട്ടുണ്ടെങ്കിലും നമുക്ക് ആർളം ഫാമിൽ കൃഷി തുടങ്ങുന്ന സമയത്ത് പേടി അത്യാവശ്യമുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ സാധാരണ കൂൺ കൃഷി ചെയ്യുന്നതിനോ അത് വിൽപ്പന നടത്തുന്നതിനോ ഉൽപ്പാദിപ്പിക്കുന്നതിനോ നമുക്കൊരു പ്രശ്നവും എൻ്റെ മനസ്സിലോ നമ്മൾക്കോ നമ്മളെ ടീമിനോ ഇല്ല. പക്ഷേങ്കിൽ ഇവിടുത്തെ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ ഞങ്ങളെ വിശ്വസിച്ചിട്ട് ഇവിടുത്തെ പ്ലാനിങ്ങിൽ ജയരാജ് സാറ് ഈ ഒരു കൂൺ കൃഷീനെ പറ്റിയിട്ട് ഈ ഫാമിൻ്റെ മുന്നിൽ വെക്കുകയും അത് ഞങ്ങളെ വിശ്വസിച്ചിട്ട് സന്ദീപ് സാറ് ഏൽപ്പിക്കുകയും അതിൻ്റെ തുടക്കം മുതൽ നിതീഷ് സാറ് ഇതിന് ഹെൽപ്പും ചെയ്ത് വരുമ്പോൾ ഇത് സക്സസ് ആക്കുക എന്നല്ലാണ്ട് അതിൻ്റെ താഴെ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ചിങ്ങ 1 നമ്മൾ ഇതിൻ്റെ ഫാമിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും സാങ്കേതികമായിട്ട് KSTB നിന്ന് പുതിയ കണക്ഷൻ കിട്ടേണ്ടതും അങ്ങനെയുള്ള ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് വളരെ ചെറിയ സാധാരണ ഉണ്ടാകുന്നതിലും ചെറിയൊരു വൈകൽ ഉണ്ടായെങ്കിലും നമുക്ക് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഒക്ടോബർ 1 തുടങ്ങിയ പ്രൊഡക്ഷനിൽ ഏകദേശം ഈ നവംബർ ഇവിടെ എത്തി നിൽക്കുമ്പോൾ 215 കിലോ കൂണ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റി. ഏകദേശം 1500 ബെഡുകൾ അതിൻ്റെ അകത്ത് നിർമ്മിക്കാനും പറ്റി. അടുത്ത ആ ബെഡ് 2000 അടുക്കുന്നതിന് മുമ്പ് തന്നെ രണ്ടാമത്തെ ഫാമിൻ്റെ വർക്ക് തീർക്കണം. അതുപോലെ ഇപ്പം നമുക്കിവിടെ സഹായിക്കുന്ന 2 പേര് ഫാമിലെ ജീവനക്കാരും 2 സെറ്റിൽമെൻറ്റ് ഏരിയയിലെ 2 പേര്, 4 പേരാണ് നമ്മളെ ഇപ്പം സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഒരു മാസം ശമ്പളം കൊടുക്കാൻ പറ്റി. അതിനും വളരെയധികം സന്തോഷമുണ്ട്. അത് ഈ 2 പേര് അല്ലെങ്കിൽ 4 പേര് എന്നുള്ളത് അടുത്ത ഈ വർഷമാകുമ്പോൾ 40 80 ആക്കാനുള്ള തിരക്കിനിടയിലാണ് നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ട സഹായങ്ങൾ ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് ഇവർ തന്ന സപ്പോർട്ടും നമ്മളിൽ അർപ്പിച്ച വിശ്വാസവും കൊണ്ട് ഇത്രയും വലിയ പ്രൊജക്റ്റ് ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗവൺമെൻറ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതും ഈ 33 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത് എങ്ങനെ മാനേജ് ചെയ്യണം. ആദ്യം സന്ദീപ് സാറ് പറഞ്ഞത് ഇവിടെ പ്രശ്നങ്ങളുണ്ടാവും, സമരങ്ങളുണ്ടാവും, ആനയുണ്ടാവും, പല പ്രശ്നങ്ങളുണ്ടാവും.
പക്ഷേ കൂണിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഓണം, വിഷു, ക്രിസ്മസ്, ഈസ്റ്റർ, ഹർത്താൽ ഇതൊന്നുമില്ല. അതുകൊണ്ട് ഇവിടുത്തെ കൂണ് രാവിലെ കൊണ്ടുപോകേണ്ടതും വിൽക്കേണ്ടതും നിങ്ങളെ മാത്രം ഉത്തരവാദിത്തമാണ്. അത് നിങ്ങൾ തന്നെ ചെയ്യണമെന്ന് ആദ്യം തന്നെ ഈ പ്രൊജക്റ്റ് മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറെ ഭയത്തോടു കൂടിയും പക്ഷേ ഇത് സക്സസ് ആക്കി കാണിച്ചാൽ ഇത് ഫാമിൻ്റെ തന്നെ റീബിൽഡിങ് ആർലം ഫാം ആയിരിക്കും എന്നുള്ളതിൻ്റെ ഒരു വിശ്വാസവും നമുക്കുണ്ട്. അതിന് സപ്പോർട്ട് തന്ന എല്ലാ ഔദ്യോഗികമായിട്ടുള്ള ചുമതലകൾ വഹിക്കുന്നതും അതുപോലെ ആർലം ഇത് മൊത്തം നിൽക്കുന്നത് ആർലം ഗ്രാമപഞ്ചായത്തിലാണ്. അപ്പോൾ ഇവിടെയുള്ള നമുക്ക് ഇവിടെ താമസിക്കുന്ന സെറ്റിൽമെൻറ്റ് ഏരിയയിൽ അല്ലെങ്കിൽ ആർലം ഫാമിലെ വർക്കേഴ്സിൻ്റെ കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെപ്പറ്റി ABCD അറിയില്ല. കഴിഞ്ഞ ദിവസം അവിടെ ഫാമിൻ്റെ ആദ്യത്തെ കുയ്യാട്ട എടുക്കുമ്പോൾ തന്നെ പൈപ്പ് പൊട്ടി. 35 കൊല്ലം മുമ്പ് അടിയിലെ കൂടി പോയ പൈപ്പാണ്. ആർക്കും ഇതിനെപ്പറ്റി അറിയില്ല, നമുക്കും അറിയില്ല. ഇവിടുത്തെ ആൾക്കാരുടെ സപ്പോർട്ട് ഇല്ലാണ്ട് ഇവിടെ ഒരു പടി മുന്നോട്ട് പോകാനാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ തുടർന്നും അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. ഇങ്ങനൊരു പരിപാടിയിൽ എത്തിച്ചേർന്ന അതിഥികൾക്കും ഇവിടുത്തെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരും കൂടെ ഉണ്ടാകുമെന്ന് ഒന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. ഇതിനെപ്പറ്റി പറയാം. എല്ലാവർക്കും നമസ്കാരം. താങ്കൾ എല്ലാവർക്കും അറിയാം, മൺസൂൺ മഷ്റൂം നമ്മുടെ ഒരു റിലയബിൾ പാർട്ട്ണറായിട്ട് ഒരു പ്രൂവായി. ഞങ്ങൾ എല്ലാവരും ഫാർമിൻ്റെ MD ആയ ഞാനും പിന്നെ മുമ്പേ ആയിട്ടുള്ള സന്ദീപ് സാറും നമുക്ക് അഗ്രികൾച്ചറിൻ്റെ എങ്ങനെയായിട്ടുള്ള ഒരു എക്സ്പെർട്ട് നോളജ് ഇല്ല. അത് കാരണം ഞങ്ങൾ ഹൈ വാല്യൂ കൃഷിൻ്റെ വേണ്ടി ഞങ്ങൾ മഷ്റൂം എന്തെങ്കിലാണ് ഇത് ഞങ്ങൾ നോക്കി. അത് നമുക്ക് ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. മൺസൂൺ മഷ്റൂം രാഹുലാണ് ഇവിടെ മഷ്റൂം കൃഷിയാണ് ചെയ്യുന്നത്. അത് കാരണം ഞങ്ങൾ രാഹുൽക്ക് ഫുള്ളായിട്ട് ഫ്രീഡം കൊടുത്ത് അവർക്ക് സ്കില്ലിങ് പിന്നെ ഇവിടെ പ്രൊഡക്ഷൻ യൂണിറ്റ് സ്ഥാപിക്കാൻ വേണ്ടി. അത് മൺസൂൺ മഷ്റൂം നമ്മുടെ ട്രസ്റ്റിൻ്റെ ഫുള്ളായിട്ട് ഇപ്പോൾ സക്സസ് ആയി. അത് കാരണം ആദ്യമായിട്ട് ഞങ്ങൾ ഹാർവെസ്റ്റ് ചെയ്തു. പിന്നെ നമുക്ക് മഷ്റൂമിൻ്റെ ഹൈ വാല്യൂ പ്രൊഡക്ഷനിൻ്റെ വാല്യൂ അഡീഷൻ ചെയ്യാൻ കുറേ പോസിബിലിറ്റീസ് ഉണ്ട്. അത് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നു. ഇപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ സക്സസിന് വേണ്ടി ഞാൻ മൺസൂൺ മഷ്റൂംക്ക് നന്ദി പറയുന്നു, പിന്നെ കൺഗ്രാറ്റുലേഷൻ ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പിൻ്റെ വേണ്ടി ഞാൻ ഓൾ ദി ബെസ്റ്റ് ചെയ്യുന്നു. ഐ ഹോപ്പ് ഇറ്റ് വിൽ ബി എ ഫ്രൂട്ട്ഫുൾ കോൺട്രിബ്യൂഷൻ. താങ്ക് യു സർ. ആർലം ഫാമും സംയുക്തമായിട്ടുള്ളൊരു പങ്കാളിത്ത പരിപാടിയിലൂടെ ഇന്ന് ഹൈടെക് മഷ്റൂം യൂണിറ്റ് വിളവെടുപ്പ് നടത്തിയിരിക്കുകയാണ്. വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷമാണ് കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തെ സംബന്ധിച്ചുകൊണ്ട്. കാരണം നമ്മുടെ ഒരു പരിശീലനാർത്ഥി 5 വർഷം കൊണ്ടൊരു സംരംഭകനാവുകയും അത് ആർലം ഫാം എന്ന് പറയുന്ന വളരെ വിശാലമായിട്ടുള്ളൊരു പ്രദേശത്തിൻ്റെ വരുമാന സാധ്യത തുറന്നു കാണിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള തികച്ചും പങ്കാളിത്തപരമായിട്ടൊരു ഇടപെടൽ ഇവിടെ നടത്തിയിരിക്കുകയാണ്. ഏതാണ്ട് ഒരു ചെറിയ ഒരു യൂണിറ്റിൽ നിന്നും അത് എത്രത്തോളം നമുക്ക് വരുമാനം സൃഷ്ടിക്കാൻ വേണ്ടി പറ്റുമെന്നതും ആർലം ഫാമിൻ്റെ വൈവിധ്യവൽക്കരണത്തിൻ്റെ സാധ്യത തുറന്നു കാണിക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടലാണ് മൺസൂൺ മഷ്റൂമിലെ ശ്രീ രാഹുലും അതുപോലെ തന്നെ ശ്രീകാന്തും കൂടിയുള്ള ടീമും. ഈ ടീം മാത്രമല്ല, അത് ഇവിടെയുള്ള തൊഴിലാളികളെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്കും ഒരു തൊഴിലവസരം നൽകിക്കൊണ്ടുള്ള ഒരു ഇടപെടലിലൂടെ കാണിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ആർലം ഫാമിലെ മറ്റു പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ളൊരു പങ്കാളിത്ത രീതിയിലുള്ള ഉൽപ്പാദന പ്രക്രിയ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ഇവിടെയുള്ള സെറ്റിൽമെൻറ്റ് ഏരിയയുള്ള ഒരുപാട് കുടുംബങ്ങൾക്ക് സ്ഥിര വരുമാനം ലഭിക്കുമെന്ന് മാത്രമല്ല, ഇവിടുത്തെയുള്ള ലോക്കൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ് വരെ വർദ്ധിക്കുന്ന രീതിയിലുള്ളൊരു സുസ്ഥിര വികസന ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും.